എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. പിന്നെ ഈസ്റ്ററാ. ഈസ്റ്റർ 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 ആണ്. ഈസ്റ്റർ 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 എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയാണ്. രാവിലെയാണ് അവരെല്ലാം പള്ളിയിൽ പോയത്, വൈകിട്ട് പോയില്ല. 4 മണിക്കായിരുന്നു വെളുപ്പിനെ. അത് ഉയർപ്പ് പ്രധാന കുർബാനയൊക്കെ. അപ്പോൾ രാവിലെ 7 മണിക്കുള്ള കുർബാനയ്ക്കാണ് അവർ പോയിരിക്കുന്നത്. അവരെ കാണാതെ അമ്മയായിട്ട് നിൽക്കുന്നതാണ്. അവരെല്ലാം പള്ളിയിൽ പോയില്ലേ? ജോമോളും വിവാനും വിവീനയും പോയില്ലേ? അമ്മയ്ക്ക് ഇവിടെ അച്ഛൻ കുർബാന കൊണ്ട് തന്നില്ലേ? അവർ പള്ളിയിൽ പോയിരിക്കുക. അതാണ് അമ്മ കാണാഞ്ഞത്. ഈ കുർബാനയൊക്കെ കഴിഞ്ഞ് വരണ്ടേ? അമ്മയ്ക്ക് അച്ഛൻ ഇവിടെ വന്ന് കുംസാരം കുർബാനയൊക്കെ നടത്തിപ്പോയതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞൊരു. അതൊക്കെ അവർ ഊരി കിടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. റസ്ക്. അവരൊക്കെ പള്ളിയിൽ പോയിരിക്കുമല്ലേ അമ്മേ? അവരേ പള്ളിയിൽ പോയിരിക്കുവാന്നേ. പള്ളിയിൽ പോയിരിക്കുവാന്ന്. പള്ളിയിൽ പള്ളിയിൽ പോയിരിക്കുവാന്ന്. രാവിലെ പള്ളിയിൽ പോയല്ലേ? ഏതാ? അവർ കുടിക്കാതെ പള്ളിയിൽ പോയതായിരിക്കും. അമ്മയുടെ ചായ കുടിച്ചായിരുന്നോ? അത് തണുത്താലും സാരില്ല, കുടിക്കുന്നതിന് കുഴപ്പമില്ല. തണുത്തന്നല്ലേ ഉള്ളൂ. അമ്മയുടെ ചായ കുടിച്ചോ? അമ്മയുടെ ചായ കുടിച്ചോ? അമ്മയുടെ ചായ എവിടെ ഉണ്ടോ? വേണ്ട, ഇവിടെ ഇരിപ്പുണ്ട്. ചായ കുടിക്കാതെ എവിടെ നടക്കണം? ഇവർ പള്ളിയിൽ പോയേക്കണ്ടേ. അവരെ കാണാത്ത കൊണ്ട് ചായ കുടിക്കാതെ ഓടി നടക്കുന്ന. അത് അമ്മയുടെ അവിടെ വെച്ചിരുന്നല്ലേ, പെട്ടിപ്പുറത്ത് വെച്ചിരുന്നല്ലേ. അവരെ കാണാതെ കൊണ്ട് ഏറ്റവും ഇങ്ങനെ പോന്നു. നമ്മുടെ പള്ളിയിലേ ഈസ്റ്റർ കുർബാനയ്ക്ക് പോയതാ. ഈസ്റ്റർ കുർബാനയ്ക്ക് പോയതാന്നേ. ഈസ്റ്റർ അല്ലേ? കുർബാന വെളുപ്പനത്താ കഴിഞ്ഞു. ഇനി അടുത്ത കുർബാനയുണ്ട്. 2 കുർബാന ഉണ്ടല്ലോ. ഇവിടെ തള്ളയും മോനും ഉണ്ട്. ഒരു തള്ളയും ഒരു മോനും ഉണ്ട്. അവരൊക്കെ ബാക്കിയുള്ളൊക്കെ പള്ളിയിൽ പോയി. എന്തെല്ലാം കാര്യമുണ്ട്. അവര് പള്ളിയിൽ പോയതല്ലേ, വിറങ്ങും പോയതല്ലോ. ഇല്ല പിന്നെ ആണോ? ആർക്കാ? കുടുംബം നോക്കണമെങ്കിൽ ഉത്തരവാദിത്വം വേണം. അതിന് അത് വേണം. അല്ലാതെ പറ്റിയല്ലോ. ഒരു കുടുംബമാണ് ഒരു പ്രധാനപ്പെട്ട. ആർക്കാ ഉത്തരവാദിത്വം വേണ്ടേ? പെണ്ണുങ്ങൾക്കാണോ? ഇവിടെ ആരാ എൻ്റെ പെണ്ണുങ്ങളുണ്ടായിരുന്നു? ഇവിടെ പെണ്ണുങ്ങൾ വിവീന ഉണ്ടായിരുന്നു. വിവീന ഉണ്ടായിരുന്നു, ജോമോളുണ്ടായിരുന്നു. പെണ്ണുങ്ങള് വിവീനയും ജോമോളും അല്ലേ ഇവിടുത്തെ പെണ്ണുങ്ങള്. എലിക്കുട്ടിയല്ലേ? അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോമോളില്ലേ? 3 പേരല്ലേ പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളേ? 3 പെണ്ണുങ്ങളല്ലേ ഇവിടെ ഉള്ളേ? 3 പെൺപിള്ളേരല്ലേ ഇവിടെ ഉള്ളേ? പിള്ളേരോ? എനിക്കറിയില്ല. ഇല്ലേ? ഒന്ന് എലിക്കുട്ടി. എനിക്കിതൊന്നും അറിയില്ല. ഒന്ന് എലിക്കുട്ടി, ഒന്ന് ജോമോള്, ഒന്ന് വിവീന. 3 പേര് പോരെ? 3 പേര് പോരെ? മതിയായിരിക്കും. ഇനി വേണമെങ്കിലും ഇപ്പൊ പറ്റിയില്ലേ? ഇപ്പൊ കുടുംബം നോക്കാൻ പറ്റിയവരായിരിക്കണം. പിന്നെ അവരല്ലേ കുടുംബം നോക്കണേ. നമ്മളല്ലേ നന്നായിട്ട് കുടുംബം നോക്കണേ. അമ്മേനെ നോക്കുന്നത് നിങ്ങളാണോ നോക്കി? അല്ലാതെ അതുങ്ങളെ കൊണ്ടൊന്നും പറ്റിയല്ലോ. ഒക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പനും അമ്മയൊക്കെ പോയി. അപ്പൻ പോയി. അപ്പൻ നേരത്തെ പോയി. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. വെച്ച് പോയതാണ്. അമ്മയുണ്ടല്ലേ? അമ്മയുണ്ട്. പിന്നെ ആണുങ്ങൾ കെട്ടിക്കണം എന്നിട്ടല്ലേ? ആണുങ്ങളെല്ലാരും കിട്ടിയതാ. ആണുങ്ങളെല്ലാരും കിട്ടിയതാന്നേ. ഒരാൾ അപ്പുറം താമസിക്കുന്നു, ഒരാൾ വെളിയിൽ താമസിക്കുന്നു. ഇവിടെയാണോ താമസിക്കുന്നത്? ഇല്ല, ഇവിടെ നമ്മള് മാത്രം. അവരൊക്കെ ഓരോ സ്ഥലത്തായിരിക്കുമല്ലേ? ഒരാൾ അപ്പുറത്ത്, സാവു അപ്പുറം താമസിക്കുന്നു. ചേട്ടായി ഓസ്ട്രേലിയയിൽ താമസിക്കുന്നു. നമ്മളിവിടെ താമസിക്കുന്നു.
എലിക്കുട്ടിയായിട്ട്. ഇവിടെ സ്ഥിരമായിട്ടാരാ രാത്രി പകലും താമസിക്കണം? ഇവിടെ ജോമോൻ. ജോമോനാണ് താമസിക്കുന്നത്. രോമാനോ? ആ, അവന് പിള്ളേരുണ്ടോ? പിന്നെ പിള്ളേരില്ലേ? അവളും കൂടെ കൂടിയല്ലേ? ആ, എല്ലാവരും കൂടെ അല്ലേ, അല്ലാതെ പറ്റുമോ? എലിക്കുട്ടി എന്ന് പറഞ്ഞൊരു അമ്മയില്ലേ, അമ്മേനെ നോക്കണ്ടേ? എലിക്കുട്ടി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ടല്ലോ. എൻ്റെ അമ്മയാ? അല്ലല്ല, അത് ത്രേസ്യാമയല്ലേ? അത് ത്രേസ്യാമയല്ലേ ആര്? അമ്മയുടെ അമ്മ. എൻ്റെ അമ്മയോ? ആ, അവരെന്നാ? ആ, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ എലിക്കുട്ടി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്. അതൊക്കെ പഴയ പേരില്ല, അവരുടെ കാർന്നോന്മാർ. ആ, അതെ അതെ, ഞങ്ങൾക്ക് ഇവിടെ എലിക്കുട്ടി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്. ആ അമ്മേനെ നോക്കണം. എലിക്കുട്ടീനെ അറിയോ? പിള്ളേരാരുമില്ലേ? പെൺപിള്ളേരുണ്ടെന്നേ. ഒരു പെങ്കൊച്ചായി കുത്തിയിരിക്കുന്നത്. പോയോ? ഒരു പള്ളിയിൽ പോയിരിക്കുവാന്ന്. പള്ളിയിൽ പള്ളിയിൽ. പള്ളിയിൽ പോയോ? ആ, ഇന്ന് ഞായറാഴ്ചയല്ലേ? ഈസ്റ്റർ ഞായറാണ്. ഈസ്റ്റർ. ഞായറാഴ്ച? ആ, ഇന്ന് ഞായറാഴ്ചയാണ്. ഈസ്റ്റർ ഞായറല്ലേ? നോയമ്പോടിലാണ്. ആ, നോയമ്പോടല്ല, അത് തന്നെ. അച്ഛൻ ഇന്നലെ കുർബാനയാക്കിയിട്ട് വന്നില്ലായിരുന്നോ? അച്ഛൻ ഇന്നലെ കുർബാനയാക്കിയിട്ട് അമ്മയ്ക്ക് തരാൻ വന്നില്ലായിരുന്നോ? കുർബാന കൊണ്ട് തന്നായിരുന്നല്ലോ ഇന്നലെ. വീട് വഴിയാ? ആ, കൊടുത്തായിരിക്കും. ആ, ഇന്നലെ രാവിലെ അച്ഛൻ വന്നായിരുന്നല്ലോ. അമ്മ പള്ളിയിൽ പോയെന്നൊക്കെ അച്ഛനോട് പറഞ്ഞെന്നും പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെയുണ്ടോ? പിന്നെ ഇപ്പോഴില്ല, നേരത്തെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാവർക്കും പള്ളിയിൽ പോകാൻ പറ്റിയല്ല. ആ, പള്ളിയിൽ പോകാൻ പറ്റിയില്ലാത്തോണ്ടാ. നടക്കാൻ മേലാത്തവരാണ്. പിന്നെ ആ, നടക്കാം, ഒത്തിരി നടക്കത്തില്ലെന്നേ ഉള്ളൂ. പ്രായം ചെയ്തവർക്ക്. ആ, പ്രായം ചെയ്യുന്ന ഒരു എലിക്കുട്ടിയമ്മ ഇവിടെയുണ്ട്. എലിക്കുട്ടിയമ്മയ്ക്കല്ലേ കൊണ്ട് തന്നേ. ഒരു അധികം പേരൊന്നും ഇല്ലല്ലോ. ആ, ഇവിടെ അധികം പേരില്ലെന്നേ. ഇവിടെ നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. അമ്മ? നമ്മൾ 5 പേരേ. അമ്മേനെ കൂടെ കൂട്ടിയല്ലേ? ആ, അമ്മേനെ കൂട്ടി. പിന്നെ അമ്മേനെ കൂട്ടാതെ അപ്പനും ഒക്കെ? അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പനെ ഇല്ലേ? ആ, അപ്പം മരിച്ചു പോയില്ലേ? ഓർക്കുന്നില്ലേ? അപ്പം മരിച്ചിട്ട് വർഷം എത്രയായി? അപ്പനധികം പ്രായമായില്ലല്ലോ. ആ, അപ്പം വലിയ പ്രായം ആകാതെയാ മരിച്ചേ. 10-65 വയസ്സിലാ. വീട്ടിലോട്ട് പോകണമല്ലോ. ഏത് വീട്ടില്? എൻ്റെ വീട്ടിലോട്ട്. നമ്മുടെ വീട് ഏതാ? ഉദരക്കട്ട പോകണം. അയ്യോ, ഇത് ഉദരക്കട്ടയാ. ഇതാ ഉദരക്കട്ട. ഞാറുകുളം ഉദരക്കട്ടയിലോട്ട് പോകണം. ഞാറുകുളം ഉദരക്കട്ട ഇതാ. ഇതാ ഞാറുകുളം ഉദരക്കട്ട. ഞാറുകുളം ഉദരക്കട്ട ഇതാന്നേ. അതിലെന്നാ? ആ, ഇവിടെയല്ലേ താമസിക്കുന്നത്. പിന്നെ ഇനി എങ്ങോട്ടാ പോണേ? അതുകൊണ്ട് ഇവിടെ കിടന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നടക്കും. എവിടുത്തെ? ഇതാ ഞാറുകുളം ഉദരക്കട്ട. വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നോളും. ജോമോളെ ഇവിടെയുണ്ട്. ഈ പാത്രം വഴി ഈ ചായ എല്ലാം എടുത്ത് വെച്ച്. ആ, അതുപോലെ കുടിക്കാതെ പോയതാന്നേ. ഒന്നും കൊള്ളിയേ. അവള് വെളുപ്പിനായിട്ട് ചായ എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് കുത്തിവെപ്പിച്ചോണ്ട് പള്ളിയിൽ പോയതാ. അത് ആരാ ഇങ്ങനെ എടുത്ത് വെച്ചേ? ആ, അത് രാവിലെ പള്ളിയിൽ പോകുന്നവരൊക്കെ എടുത്ത് കൊടുത്തതല്ലേ. എന്നിട്ട് കുടിക്കാതെ പോയി രണ്ടും കൂടെ. ആ, അതേന്നേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മയും കുടിച്ചില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് ഇപ്പം ഞാൻ എടുത്തു തന്നപ്പോഴല്ലേ കുടിച്ചേ. പിന്നെ അമ്മയുണ്ട്. എവിടെയെങ്കിലും വെക്കാം, അതിന് ഇടയുണ്ടല്ലോ. വരാറായില്ല. 8 മണി കഴിയല്ലേ? 7 മണിക്കല്ല ഞാൻ കുർബാന. വരാറായില്ല. ഞാൻ പശുവിൻ്റെ അടുത്ത് പോയി കേട്ടെ, പുല്ല് തിന്നണമെന്ന്. കുഞ്ഞി രാവിലെ പുല്ലടിച്ചുകൊണ്ടിരിക്കുവാണ്. പൊന്നിക്കുട്ടി രാവിലെ പാപ്പയെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ? പുല്ലിനെന്തില്ലടി? നമ്മുടെ കൂടെ പുല്ലിനാൻ മലഞ്ഞോടി. പുല്ലിനാൻ മലഞ്ഞോടി. പാപ്പയെ കുടിച്ച് ഇനി കിടന്ന് ഉറങ്ങാൻ പോവല്ലേ? ആണോ? ഉറങ്ങാൻ പോവാണോ കുഞ്ഞിപ്പെണ്ണ്? ആ, അവിടെ കിടന്നോളും. കുഴപ്പമൊന്നുമില്ല. അവിടെ കിടന്നോളൂടി. ആരാ? എനിക്കറിയത്തില്ല. ആരാ അവിടെ താമസിക്കുന്നത്? വീട്ടിൽ താമസിക്കുന്നവരാരൊക്കെയാ? അവരൊക്കെ പള്ളിയിൽ പോയിന്നേ. പള്ളിയിൽ പോയ സമയമായില്ല. 8 മണിയാകാതെ പള്ളിയിൽ നിന്ന് വരികയില്ല. കശവൻ ചിലക്കുന്നുണ്ടല്ലോ. കശവൻ.
ഇതല്ല ഓളം മരക്കൊത്തി ചക്കയുണ്ടോ? പിന്നെ ചക്കയുണ്ട്. ചക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചെറുതാണെന്ന് തോന്നുന്നു. ആ ചെറുതല്ല, വലുതാകുന്നുണ്ട്. മഴ പെയ്താൽ വലുതാവും. വലുതായി വരുന്നുണ്ട്. ഒരു ചക്ക പറിച്ച് പുഴുങ്ങിയാലോ? ഒരു ചക്ക പറിച്ചങ്ങ് പുഴുങ്ങിയാലോ? ചക്ക പറിച്ച് പുഴുങ്ങിയാലോ ഒന്ന്? ആര്? നമുക്ക് പുഴുങ്ങാന്നോ? ഓ, അതിനാ പാലുണ്ടാക്കി പുഴുങ്ങാൻ. അത് അമ്മ കൂടിയാ പോരെ? അവരും പോലെ പുഴുങ്ങിക്കോളും. ആര്? ഇവിടെ താമസിക്കുന്നവർ. ആ, ഇവിടെ താമസിക്കുന്ന നമ്മളല്ലേ? മറ്റുള്ളവരെന്നാത്തിന് അതിനൊക്കെ തലയിടാൻ പോകണം. ആ, പിന്നെ അവരെ കൊണ്ട് വഴക്കും അതും ഇതൊക്കെ പറയിപ്പിക്കാം. ഏയ് അവരൊന്നും പറയല്ല. അവനവൻ്റെ കാര്യം അവർക്ക് കുഴപ്പമില്ല. എന്തോ ഇല്ല എന്തോ ഇല്ലാതെ ഒരു ജീവിതം ഇനി ജീവിച്ചിട്ടുണ്ടാകാൻ വെച്ചിരിക്കാൻ പശുവിൻ്റെ മരുന്നാ. ഒന്നും ഒരു വിവരമില്ല. അതേ നീ എത്ര നോക്കുമ്പോൾ ചായ കണ്ടോ ചേക്കണം? കിണറ്റിലുള്ള ആ, ആരെ ഇടയ്ക്ക് വെച്ചിട്ട് പോയത്? അത് പിള്ളേരാന്നേ. വിവീനെയൊക്കെയാന്നേ. വിവീനെയൊക്കെയാന്നേ. ഇവിടെയൊന്നും കുടിക്കാനില്ലാച്ചപ്പോൾ അവർ അവരോട് വെക്കണ്ടാന്ന് ഒക്കെ പറയാൻ വരാൻ. അത് കുടിക്കാതെ ഓടിയതല്ലേ പള്ളിയിലോട്ട്? ഇവരെല്ലാം പോയി. പള്ളി പോയേക്ക് വന്നേ. എവിടെയാണോ പള്ളി പോയതാ. എവിടെ രാത്രി പോയതാന്ന് ആർക്കും. അമ്മ ഈസ്റ്ററല്ലേ ഇന്ന്? ഇന്ന് നോയമ്പോടല്. അതിന് പള്ളിയിൽ പോയിരിക്കുക. നമ്മുടെ കശുമാങ്ങയൊക്കെ ഇടീ പൂത്തുകൊണ്ട് പഴുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് രണ്ടെണ്ണമൊക്കെ പറിച്ച് തിന്നു കേട്ടോ. സെറ്റപ്പിൽ ഇവിടുത്തെ അമ്മയല്ലേ നിൽക്കുന്നേ? ഇവിടുത്തെ അമ്മയായി നിൽക്കുന്നേ. ആ, കഥ അടച്ചാക്കാം. ഓ, അതിനി ഇനി അത് കുടിയൊന്നും ഉണ്ടായില്ലേ? ഇനി അത് കുടിയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കുടിക്കുന്ന ചായ അതുങ്ങൾ വരുമ്പം അതെല്ലാം കളറ് മാറി. അമ്മയുടെ പ്രിയപ്പെട്ട സാധനമാണ് ചായ. മൂടി വെക്കണം. എന്നാ പോന്നാ അത് ജോമോള് മുമ്പേ പോയി, അവർ പുറകെ പോയി. അതാ പറ്റിപ്പോയി. കുടിക്കാതെ ഇറങ്ങി ഓടി രണ്ടും കൂടെ. ഇവിടുത്തെ ഉത്തരവാദിത്തക്കാരത്തിയല്ലേ എലിക്കുട്ടി? എലിക്കുട്ടിയമ്മയാണ് ഇവിടുത്തെ ഉത്തരവാദിത്തക്കാരത്തി. ആ, അതേന്നേ. ആര് പിടിക്കുന്ന? അതിനകത്തൊന്നുമില്ല. ഈ കുടുംബത്തിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾ ഒന്ന് എലിക്കുട്ടി. ഞാനും മറ്റല്ല. പിന്നെ ആരാ? വീട്ടില. ആ, ഇത് എലിക്കുട്ടിയുടെ വീടാ. പിന്നെ ഒന്ന് ജോമോള്. ആ, പിന്നെ ഒന്ന് വിവീന. ഇങ്ങനെ 3 പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളത്. കെട്ടിക്കൊണ്ട് വന്നാലേ ജോമോളെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഞാൻ. ജോമോളെ ആ, ജോലിയുണ്ടോ? ആ, അവൾക്ക് മെയിൻ ജോലി അമ്മേനെ നോട്ടവാ. അവളുടെ മെയിൻ ജോലി അമ്മേനെ നോട്ടവാ. ഇഞ്ചിനീരല്ല, ഇഞ്ചിനീരാ. അല്ലല്ല, എലിക്കുട്ടീനെ നോക്കണം. എലിക്കുട്ടീനെ നോക്കുന്നതാണ് പ്രധാന പണി. ജോമോളുടെ. ആ, പിന്നെ ആരെയാ? ആണോ? പിന്നെ ആരാ നോക്കണേ എലിക്കുട്ടീനെ? പിന്നെ ആരാ എലിക്കുട്ടീനെ നോക്കണേ? ആ, വീട്ടിൽ ആരാ ഉള്ളേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ചേർത്തേനീത്തിമാരോ? ആ, ചായ അവിടെ ഇരിക്കട്ടെ. അവർ വേണമെന്ന് കുടിക്കട്ടെ. പിന്നെ കന്നാലി അവിടെ നിന്ന് തിന്നൂല്ലേ? അത് പുല്ല് തിന്നുകൊണ്ടിരിക്കുക. അതിനിപ്പോൾ കട്ടത്തില്ല. ആ, മുള്ള അങ്ങനെ മുള്ളും തൂറൊന്നുമില്ല. അവളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ആളാ. ആ, അപ്പൊ പുല്ലിട്ട് കൊടുത്തിരിക്കുമല്ലേ? പുല്ല് കൊടുക്കാൻ കിടക്കുമല്ലേ? പുല്ലിട്ട് തിന്നോണ്ടിരിക്കുമല്ലേ അവള്?
ചവിട്ടി തൂത്തു. ചാണാനൊന്നും ചവിട്ടി തൂക്കത്തൊന്നുമില്ല. അതെന്താണ് ശരീരം മുഴുവനാക്കും. ഇല്ല അവളോട് നിന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ. പിന്നെ ബാക്കി പുല്ലും കൂടെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പൊന്നെ പുല്ല് തന്നെടി. നീ പിന്നെ ഇതിലെന്താ തിന്നാതെ നക്കണം കേട്ടോ. വരയുടെ നക്കൽ കുഞ്ഞിപ്പൊടി നിന്നാറി പുല്ല്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, നല്ലതും ചീത്തയായിട്ടുള്ളതും പറഞ്ഞു തരുന്ന എല്ലാവർക്കും, ആരോടും ഒരു പരാതിയൊന്നുമില്ല കേട്ടോ. എല്ലാവരോടും സന്തോഷത്തോടുകൂടി ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ 2 കുർബാന ഉണ്ടായിരുന്നു. 4 മണിക്കും 7 മണിക്കുമായിരുന്നു കുർബാന. ഞങ്ങൾ 7 മണിയുടെ കുർബാനയ്ക്ക് ഞാനും പിള്ളേരും കൂടെ പോയിട്ട് വന്നതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ അരച്ചു വെച്ചതൊക്കെ ഇച്ചിരി പൊങ്ങി പുറത്ത് ചാടി. താമസിച്ചു പോയി. കുർബാന കഴിയാൻ ഇത്തിരി താമസം വന്നു. അച്ഛന് പ്രസംഗം ഇച്ചിരി നീണ്ടുപോയതുകൊണ്ട് അതുകൊണ്ട് വന്നപ്പം പൊങ്ങി താണു. മാവ് പൊങ്ങി താണുപോയി. ഒരെണ്ണം ചുട്ട് നോക്കാം എങ്ങനെയാവും നോക്കട്ടെ. അപ്പം കുഴപ്പമില്ല കേട്ടോ നമ്മുടെ അപ്പം. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാം. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് വൈകിട്ട് തലേ ദിവസം അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തേങ്ങായും അതിന് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ്. ഞാനിത് 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. തലേ ദിവസം അരച്ച് വെക്കുന്നേക്കാളും നമ്മൾ രാവിലെ അരച്ചെടുത്തുണ്ടാക്കുന്നതാണ്. അത് തലേ ദിവസം അരി വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു 3-4 മണിക്കൂർ കുതിർത്തി വാരി വെച്ചതിന് ശേഷം തേങ്ങ ഒരു മുറി 2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത്. ഒരു മുറി തേങ്ങ ചിരണ്ടിയതും 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ ചോറ്. ഈ ഒരു സ്പൂണിന് നിറച്ചും ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ ആ തേങ്ങ പൊട്ടിച്ചപ്പം കിട്ടിയ തേങ്ങാവെള്ളവും കൂടെ ഞാൻ ഇതിനകത്ത് ഈ അരിയും തേങ്ങായും പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് വെച്ച് തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് അരച്ചത്. അപ്പോൾ 1 മണിക്കൂറിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ ഒഴിച്ചു വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ അപ്പം ചുടാവുന്നതാണ്. തലേ ദിവസം അരച്ച് വെക്കുന്നേക്കാളും നന്നായിട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് ഈ അപ്പം. രുചിയുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്തോരം അപ്പം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഇത്രയും സാധനം കൊണ്ട്? ഇത് നമുക്ക് ഇവിടെ എല്ലാവർക്കും 5 പേർക്ക് കഴിക്കാനുള്ള അപ്പം ഉണ്ടല്ലേ. ഇനിയിപ്പോ 1 ഗ്ലാസ് അരിയായി എടുക്കുന്നത്. വീട്ടിലെ അംഗങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ 1 ഗ്ലാസ് അരിയാണ് ഇതിന് എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ അരമുറി തേങ്ങായ്ക്ക് പകരമായിട്ട് പകുതി തേങ്ങായും പകുതി പഞ്ചസാര, അതെല്ലാം ഈസ്റ്റ് ഒക്കെ ആയാലും അതുപോലെ തന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ. അതുപോലെ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. എല്ലാത്തിനും അളവ് കൂട്ടണം. അളവ് കൂടുതലാണെങ്കിൽ 3 ഗ്ലാസ് ആണെങ്കിൽ അതനുസരിച്ചും കൂടെ തേങ്ങ കൂടുതൽ ചേർക്കണം. ഈസ്റ്റും പഞ്ചസാരയൊക്കെ അതനുസരിച്ച് കൂടുതൽ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. തലേ ദിവസം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. അരിയും എല്ലാം കൂടെ തലേദിവസം എന്ന് പറഞ്ഞാൽ വൈകിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതായത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അല്ല, ഇത് മിക്സ് ചെയ്ത് എത്ര സമയം ഇരിക്കണം? അങ്ങനെ മിക്സ് ചെയ്ത് തലേദിവസം ഇപ്പം വൈകിട്ട് ഒരു 9 മണിക്കാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചത്. പിറ്റേ ദിവസം രാവിലെ ഇപ്പം ഞാൻ ഒരു 6:30 ആയപ്പോ അരച്ചു വെച്ചു പോയതാ. അപ്പോൾ 8 മണിയാകുമ്പോൾ കുർബാന കഴിയുമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷെ 8:30 കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ അപ്പം നന്നായിട്ട് അത് പൊങ്ങി താണിച്ചിരി. അല്ലെ, ആ പൊങ്ങി നന്നായിട്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും രുചി അത് ചുട്ടെടുക്കാൻ. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്
അതായത് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അത് നമ്മൾ വൈകിട്ട് അരച്ച് വെക്കുന്നില്ല, തലേദിവസം നമ്മൾ അരച്ച് വെക്കുക ചെയ്യുന്നത്. അത് ചെയ്യുന്നില്ല. അതെല്ലാം കൂടെ ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കും നമ്മള്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മള് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത് വെക്കുക. അത് പിന്നെ മിക്സിങ് ഒന്നും കൈയിട്ടൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വൈകിട്ട് വെക്കുന്നത്. ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് അരച്ചൊഴിച്ച് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒത്തിരി നേരം വെക്കരുതല്ലേ? 1 മണിക്കൂർ കൂടുതൽ വെക്കരുത്. 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഇതിൽ പൊങ്ങി വരും. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ വൈകിട്ട് ഇത് അരച്ച് വെക്കുന്നു, പിറ്റേ ദിവസം രാവിലെ അല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പൊങ്ങി താണു പോകും. ഞാനിവിടെ ഇരിക്കൊക്കെ തോന്നിയിട്ടുള്ളൂ. പൊങ്ങി താണു പോകും. പിന്നെ പഞ്ചസാര ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ വന്ന് പിന്നെ പൊങ്ങി വന്നാൽ ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പൊ ഇതാകുമ്പോ പൊങ്ങി 1 മണിക്കൂറോ 1.5 മണിക്കൂറോ പൊങ്ങി ആ സമയത്ത് നമുക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒരു ടേസ്റ്റും ഉണ്ട്. 3 വേണ്ട, 2 മതി. പിന്നെ സാലഡിന് നമുക്ക് വേറെ ഉണ്ടാക്കാം. മീനക്കെല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ തന്നെ ഉള്ളു. അവനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച അരിയെ പഠിപ്പിച്ചതാണ്. ഇവനെ ഒറ്റയ്ക്കാണ് എല്ലാം ഉണ്ടാക്കും കേട്ടോ. അവിടെ ഇരുന്ന് മടിയുണ്ടെന്നേ ഉള്ളേ. പ്രായത്തിന്റെ പ്രശ്നമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഞാൻ ഉണ്ടാക്കാൻ ഏതാ അരിയുന്നത്? സർലാസ് സലാഡ് അല്ലേ? അപ്പത്തിനുള്ളത്. അതായിരിക്കും നല്ലത്. കോണിച്ചങ്ങ് ചെയ്തിട്ടുണ്ട്. കരച്ചിലൊക്കെ വരുന്നുണ്ട് സവോള അരിഞ്ഞിട്ട്. വല്ലപ്പോഴൊക്കെ അരിയണം, അതുകൊണ്ടാ. ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് കണ്ടു വെച്ചിട്ട് അരിയായിരുന്നു. ഷീൽഡ് എടുത്ത് വെച്ചാൽ മതി, ഷീൽഡ് മാത്രമായിട്ട്. അത് ചില സവാളയ്ക്ക് ഇതുണ്ട്, അതിൻ്റെ ചില സവാളയ്ക്ക് കുഴപ്പമില്ല. സാറിന് പൂന സവാളയ്ക്ക് ഇതില്ലെന്ന് എനിക്ക് തോന്നുന്നു, മറ്റേ സവാളയ്ക്കാണ്. പെസഹാപ്പം ഉണ്ടാക്കിയത് ഞങ്ങൾ റോമൻ കാത്തലിക്കാണ്. അപ്പൊ ആ രീതിയാണ് ഞങ്ങൾ പറഞ്ഞു തന്നത് കേട്ടോ, കാണിച്ചു തന്നത്. ബാക്കി ക്രിസ്ത്യൻസിന്റെ ഒന്നും ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല കേട്ടോ. ഓർത്തഡോക്സുകാർക്ക് ഇങ്ങനെ പാല് കാച്ചുന്ന പരിപാടിയൊന്നും ഇല്ലെന്നല്ലേ? പാല് കാച്ചുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ഉണ്ടാക്കി ഓർത്തഡോക്സുകാര് അവര് പള്ളിയിൽ കൊണ്ടുപോയി മുറിച്ച് കഴിക്കുക എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരാദ്യത്തെ അറിവാട്ടോ അത്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ പോലെയാണ് എല്ലാവരും, ക്രിസ്ത്യൻസ് എല്ലാം ഇങ്ങനെ അപ്പം മുറിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, ഓർത്തഡോക്സുകാർ സാറിന് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 8-9 മണി വരെ ഒരു ഒരു നേരമാണ്, വൈകുന്നേരം കഞ്ഞിയോടുകൂടിയാണ്. അപ്പൊ ഞങ്ങൾ പണ്ട് നടന്നു പോണ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരുടെ എല്ലാം ഇഷ്ടങ്ങളാണത്. ആരെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല ഇന്ന പോലെ ചെയ്യണം എന്നൊന്നും പറഞ്ഞ്. അതൊക്കെ എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യമാണ്. നോയമ്പ് നോക്കുന്നതും കുർബാനയിൽ പങ്കെടുക്കുന്നതും എല്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്താൽ അവരവർക്കുള്ള അത്രേ ഉള്ളൂ. ഞങ്ങള് മലയാറ്റൂർക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അവിടുത്തെ ഓർത്തഡോക്സ് പള്ളിയിലുണ്ട്, മാറ്റൂരപ്പുറത്ത്. അവിടെ കയറി ഞങ്ങൾ ഈ കഞ്ഞി കുടിക്കുമായിരുന്നു വൈകിട്ട്. വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങളെന്ന് പറയും. പക്ഷെ അതൊന്നും ഈ പെസഹയെക്കുറിച്ചൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ യാക്കോബറ്റുകാരുണ്ട്, അതുപോലെ ബാക്കി CSIക്കാരുണ്ട്. അങ്ങനെ ക്രിസ്ത്യൻസ് ഒത്തിരി വിഭാഗം ഉള്ളതുകൊണ്ട് CSIക്കാർക്ക് അപ്പം മുറിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് കിട്ടിയ അറിവാകട്ടോ ഇതൊക്കെ. അതിന് മുമ്പൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. മാർത്തോമാക്കാരുണ്ട്. അവർക്ക് മാർത്തോമാക്കാർ ഏകദേശം മലങ്കരക്കാരല്ലേ? മലങ്കര ഏകദേശം നമ്മളുമായിട്ട് ഒരുപോലെയൊക്കെ വരുന്നത് അല്ലേ മീന? നിന്റെ കൂടെ ഒരു മലങ്കര കൊച്ചു പഠിക്കുന്നില്ലേ? മലങ്കര മാർത്തോമായാണോ? മലങ്കരക്കാരി മലങ്കറീത്ത് കുർബാന 3 മണിക്കൂറുണ്ട് അവർക്ക് അല്ലേ? അങ്ങനെ എന്തോ ഉണ്ട് അവർക്ക്. ഓർത്തഡോക്സിന്ന് ഇങ്ങനെ മാറി സെപ്പറേറ്റ് ചെയ്ത ഇങ്ങനെ അടങ്ങി കരയുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞു. അതോ അരി ഇട്ടോ ഇതിനകത്തോട്ട്?
ഫ്രിഡ്ജിൽ ഇവിടെ എടുത്തോണ്ട് വന്നോ? എടുക്കും, എനിക്ക് അറിയത്തില്ല. പിന്നെ അതൊന്ന് ഇച്ചിരി ഉപ്പും കൂടിയും കൂടി ഇട്ടൊന്ന് ഞരകിയേരി. ഉപ്പിട്ട് ഇളക്കും അല്ലേ? വിനാഗിരി ഒഴിച്ചിട്ട് നാരങ്ങ വേണം. വിനാഗിരി വേണം, നാരങ്ങ വേണം. നല്ലത്. വിനാഗിരി ഒഴിക്കാം. അതുകൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് അധികം നോക്കാം. ഞാൻ ഇതും കൂടെ ഒഴിക്കുമ്പോൾ എന്നിട്ട് നോക്കുന്നു കൂടെ. നിനക്ക് നോക്കാൻ അറിയത്തില്ലേ? മനസ്സിലാവത്തില്ല. മതിയോ നോക്കാൻ? ഇച്ചിരി കൂടെ വേണോ? ഇതിന്റെ സാധനം പിഴിഞ്ഞ് കളയാൻ നല്ലതായിരുന്നു. അത് സാരമില്ല. കണ്ണൊക്കെ കഴിക്കുമ്പോ ഒരു നീർച്ച വരും. മതി. എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തേ. കാരണം കല്യാണമൊക്കെ മുഴുവൻ പണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് മൊത്തം പിഴിയുമായിരുന്നു. ഇപ്പോൾ ഒന്നും ആരും ചെയ്യുന്നില്ല. മുഴുവൻ കാറ്ററിംഗുകാരല്ലേ ചെയ്യുന്നത്. അപ്പം ഈ അപ്പത്തിൻ്റെ 2 ഗ്ലാസ് അരി നമ്മൾ 5 പേർക്ക് അല്ലേ? മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ ജോമൻ ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് അരി ഇടുന്നതും അത് മിക്സ് ചെയ്ത് വെക്കുന്നതും എല്ലാം കാണിക്കാൻ പറ്റാതെ പോയത്. അതിന് ഇനി ഒരു ദിവസം കാണിച്ചു കൊടുക്കാം. മനസ്സിലായില്ല എങ്കിൽ അല്ല, നമുക്ക് ഈ 5 പേരുടെ വീട്ടിൽ ഈ 2 ഗ്ലാസ് അരി ഇട്ടാൽ മതി. അത് മതിയായിരിക്കും. മതി. നമ്മളിത് കൊണ്ടാണ് പോകുന്നത് രാവിലെ ഒരു നേരം. വിനായ്ക്ക് പരീക്ഷ ആയതുകൊണ്ടാട്ടോ, അല്ലെ എന്നെ മൊത്തം സഹായിക്കാൻ കൂടിയാനെ. ഇന്ന് മാത്രം വിശേഷ ദിവസങ്ങളില് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പിന്നെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവള് തന്നെ ചെയ്യും. അതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. അമ്മയ്ക്ക് പൽപ്പൊടി എടുത്ത് കൊടുക്കണേ. ശരിക്കും സാധനം വെച്ചിട്ടുണ്ട്. പല്ലുതേച്ചാ? പല്ലുതേക്ക് വല്ലതും കഴിക്കണ്ടേ? ഈസ്റ്ററിന് രാവിലെ കാപ്പി കുടിക്കണ്ടേ? താമസിച്ചു പോയി. പല്ലുതേക്ക് പെട്ടെന്ന്. ആ, തേക്കാൻ എവിടെ? പൽപ്പൊടിയല്ലേ കയ്യിലിരിക്കുന്നേ? പൽപ്പൊടിയല്ലേ കയ്യിലിരിക്കുന്നേ? തേക്ക്. പൽപ്പൊടിയല്ലേ കയ്യിലിരിക്കുന്നേ? അത് പിന്നെന്നാ? പല്ലാണോ? ആ, പൽപ്പൊടി. അതാ പറഞ്ഞേ. ഏത്? ആ, അത് വേറെയാണോ? തേച്ചിട്ട് വാ. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ചിക്കൻ കറി ശരിയാക്കി വെച്ചിട്ടാ പോയത്. ചില വന്നു കഴിഞ്ഞ് രാവിലെ വന്നു കഴിഞ്ഞ് പിന്നെ സമയം കിട്ടിയല്ലോ. അതുകൊണ്ട് 5 മണിയായപ്പോൾ ഏറ്റവും ഉണ്ടാക്കി വെച്ചു. ഇനി ഇപ്പം വന്നപ്പോൾ ഉണ്ടാക്കി. ഇനി ബാക്കിയുള്ളത് ഉച്ചത്തേക്ക് ഉള്ളത് ഇതിന് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും. അത് നിങ്ങളെ കാണിക്കാൻ കേട്ടോ. രാവിലത്തെ 9 മണി കഴിഞ്ഞ് അമ്മ വന്നോ? അമ്മ പല്ല് തേക്കുന്നേ ഉള്ളൂ. അവിടെ അവിടെ ഇരുട്ടുമുറി പോലെ ഇരിക്കണേ. അവള് ലൈറ്റ് ഓഫ് ചെയ്തായിരിക്കും. അമ്മ കട്ടൻ വലിച്ചിട്ടുണ്ട്. ഇരിക്കമ്മേ. അവൻ വന്നോളൂ. ഇപ്പൊ ഇന്നങ്ങോ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി. പതിനാറ് അപ്പമുണ്ട്. 17 അപ്പമുണ്ട്. 2 ഗ്ലാസ് അരി ഉണ്ടാക്കില്ലേ? ആ, 17 അപ്പോൾ ശരാശരി സാധാ കഴിക്കുന്നവർക്ക് ഉള്ളതുണ്ട്. അപ്പം അമ്മ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ? ഇറച്ചിയല്ലേ? അപ്പൊക്കെ പോകുന്നുണ്ടോ? ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. അത് വേണ്ടെന്നൊക്കെ പറഞ്ഞാല് കഴിക്കുന്നതല്ലേ പിന്നെ എന്നാ? പിന്നെ ഇഷ്ടമില്ലെന്നൊന്നും പറയണ്ട. ഇപ്പോഴും ഇഷ്ടമില്ലെന്നൊന്നും പറയണ്ട. ചുമ്മാ എല്ലാരും പറ്റിക്കുന്നതല്ലേ? പറ്റിക്കും. ഏൽക്കുട്ടി പറ്റിക്കും. പറ്റിക്കേണ്ട കാര്യമില്ല.
പറഞ്ഞു തരികയല്ലോ. ഇന്ന് ഈസ്റ്റർ കേട്ടോ. ഈസ്റ്റർ രാവിലെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്നാ ഈസ്റ്റർ ഈസ്റ്റർ നോയമ്പോടൽ എനിക്കറിയാം. അറിയാവോ? ആഹാ, എന്നെ ആരും ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ആക്കാം. നേരത്തെ അറിഞ്ഞാണല്ലേ? അച്ഛൻ ഇന്നലെ കുർബാനയ്ക്ക് കൊടുത്ത് പറഞ്ഞതല്ലേ. അല്ല, രാവിലെ എന്നോട് ചോദിച്ചു ഞാൻ മറന്നു നിങ്ങൾ പള്ളിയിൽ പോയ സമയത്ത്. ഞാൻ മറന്നുപോയി. ഇപ്പൊ ആദ്യമായിട്ട് വന്നതല്ല, പണ്ട് പോലെ ഉള്ളതാ. വർഷങ്ങളായിക്കൊണ്ടിരിക്കുന്നതാ. അപ്പോൾ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ പറ. വർഷത്തിന് മാറ്റങ്ങളും വരും. വരും. അപ്പോൾ എല്ലാവരുടെ മനുഷ്യന്റെ പെരുമാറ്റം പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ. അമ്മയുടെ മക്കളോടെല്ലാം ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ. പണ്ട് ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിനകത്തുള്ള വിവരം അറിയാവുന്ന. എല്ലാവരോടും ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ എന്ന് പറ എല്ലാവരോടും. എല്ലാം കഴിച്ചു പോകും. ശരിയാ, പറഞ്ഞോണ്ടിരിക്കാമല്ലോ, പോയി കഴിക്കാൻ. അമ്മച്ചി കഴിക്കാം. അപ്പൊ സമാധാനത്തോടെ കഴിക്കാൻ അമ്മയുടെ സമാധാനം തിന്നാൻ പറ്റുന്നില്ല. അമ്മനെ കുത്തി കുത്തി സംസാരിപ്പിച്ചിട്ട് അമ്മയ്ക്ക് തിന്നാൻ പറ്റുന്നുണ്ടോ? അല്ല, ആൾക്കാർ വരാതി പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയും. പക്ഷെ അമ്മ കൂടുതൽ വർത്താനം പറയണ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അമ്മയ്ക്ക് ഇപ്പൊ ഈസ്റ്റർ ആയതുകൊണ്ട് തിന്നണം. ഇച്ചിരി താമസിച്ചും പോയില്ലേ. മീനില്ല, ചിക്കനേ ഉള്ളൂ. എല്ലുള്ളതാണ് വെച്ച് പട്ടിക്ക് കൊടുക്കാൻ. 2 പട്ടിയാണ് ഇവിടെ. ഓ പട്ട പോകുന്നു. പട്ടീനെ വിളിച്ചതേ ഉള്ളൂ. രുചിയില്ലല്ലേ? ഞാൻ ഇങ്ങനെ വറുത്തൊന്നുമില്ല. ഭർത്താവ് രുചിയുണ്ടാവും. വറുക്കാൻ പറ്റിയതാണ്. ഇതെല്ലാം കൊളസ്ട്രോളും കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. പിന്നെ വറുത്ത് പിന്നെയും ചെയ്യാൻ പറ്റില്ല. വേഗം എക്സസൈസ് ചെയ്താൽ മതിയായിരുന്നു. പാലിന്റെ അടച്ച് കൊടുക്കും. പാല് കുടിക്കുന്ന കുറച്ചാണ്. പാലിനകത്ത് പാട കളഞ്ഞാൽ മതി. സ്കിന്നിന്റെ മിൽക്ക് പാല്. അതിനകത്താണ് കൊളസ്ട്രോൾ ഉള്ളത്. പാല് ഒരു 40 വയസ്സ് മേളിലുള്ളവർ കുടിക്കണം എന്നാണ്. 1 ഗ്ലാസ് പാല് കുടിക്കണം. പക്ഷെ ആ പാട കളഞ്ഞിട്ട് കുടിക്കണം. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻസ് വരും. ആണുങ്ങളെക്കാളും നമ്മൾ പെണ്ണുങ്ങൾക്കായിരുന്നു. കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് പുളി ഇഷ്ടം. കണ്ണാടി ഇരിക്കണം. ജോമോൻ ഇതുപോലത്തെ പീസ് കഴിക്കണം. ഇതുപോലത്തെ പീസിനകത്ത് പ്രോട്ടീൻ കൂടുതലുള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അതിനകത്താണ് മറ്റേ ലെഗ് പീസ് ഒന്നും കഴിക്കില്ല. വേണം. ഉച്ചത്തേക്ക് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് അതിനകത്തോട്ട് ചേർക്കണം. കുറച്ച് ഉപ്പ് ചേർക്കും. പോരെങ്കിൽ പിന്നെ ചേർത്താൽ മതി. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുവാണ്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അരി ഇടാം. 1 കിലോ ബിരിയാണി അരി, ബസ്മതി അരി നമ്മളിവിടെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരി വെള്ളം തിളച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇടാം. ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. കഴുകി വെച്ചിരിക്കുന്നതാണോ? കഴുകി വെച്ചതാ. കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പം കുതിർന്ന് വെള്ളത്തിലിട്ടാൽ മതി അല്ലേ? അത് കുതിർത്ത് കഴിയുമ്പോൾ എടുക്കാം. 15 മിനിറ്റ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇടാന്നുള്ള രീതിയിൽ. ഇങ്ങനെ എടുക്കാം. അത് ലൂസായിട്ട് അവർ വന്ന് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റേത് കിസ്മിസ് അണ്ടിപ്പരിപ്പ് അല്ലേ? പിന്നെ അതിനകത്ത് ഇറങ്ങാനുള്ളത് ഇതിനകത്ത് ചേർക്കാനുള്ളത് മസാലക്കൂട്ട്. മസാല എടുക്കാം. ഇവിടെ ഉണക്കാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ഇവിടെ ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ലൂസ് വാങ്ങിച്ച് ഇതിങ്ങനെ കഴുകി വാരി ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇറച്ചിക്കൊക്കെയുള്ള മസാല അതിനകത്ത് നിന്ന് എടുക്കാം. മെയിനായിട്ട് കൊണ്ടുവരുന്നത് ഏലക്ക ഗ്രാമ്പോ. ഏലക്ക എല്ലാവർക്കും അറിയാമേ. നമ്മുടെ രീതി നമ്മളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ.
നമ്മളുണ്ടാക്കുന്ന രീതി. നമ്മളെക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും എല്ലാവരും തന്നെ. നമ്മളിത് വല്ലപ്പോഴും ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇത് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ പിള്ളേര് വല്ലതും കൊതി ആണ് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ വല്ലപ്പോഴും അങ്ങാനും ഉണ്ടാക്കാറുണ്ട്. ഗ്രാമ്പു വേണം ഒരു 5-6 എണ്ണം. എടുക്കട്ടെ. കുരുമുളക് വേണം. നമുക്കിവിടെ ഉണ്ടല്ലോ. നമുക്ക് കുരുമുളക് ഉള്ളത് കൊണ്ട് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് ഇലയില്ലേ, അതിന്റെ കറുവയില, ഇത് എല്ലായിടത്തും എന്നാ പേരാ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. ഈ ഇല കറുവയിലെന്നാ ഞങ്ങൾ പറയുന്നത്. അത് ഒരു 3-4 എണ്ണം എടുത്തു. കറുവയുടെ ഇല, ഇത് കറുവപ്പട്ട, ഇതിന്റെ ഇല. ഇത് സർവ്വസുഗന്ധി ഇല ഉപയോഗിക്കില്ലേ? അത് ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. ഇതൊന്ന് വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ, അത് കുടിക്കാനുള്ളതാണ്. ഒന്ന് നിരത്തി വെക്കണം ആ വെയിലുള്ളിടത്ത്. നിരത്തി മറന്നു പോവല്ലേ, പറന്ന് മൂടി വരരുത് കേട്ടോ. ഇപ്പൊ ഉണ്ടാക്കിയതാ. കട്ടിംഗ് ടേബിൾ എടുത്ത് അതല്ല, അത് ഞാൻ അരിഞ്ഞു വെച്ചു. അതാണോ? അത് കൊള്ളാം, അരിഞ്ഞെടുത്തോണ്ട് പോകണം. 3 സവാള 1 മതി. 3 എടുത്തോ? 4 എടുത്തോ? മുമ്പ് രാവിലെ കുറവായിരുന്നു. 4 എടുത്തോളാം. അരിയുന്ന സാധനമാണ് അവിടെ വെച്ചിരിക്കുന്നത്. രാവിലെ അരിഞ്ഞില്ലേ, അതേമാതിരി അരിഞ്ഞാൽ മതി കേട്ടോ. 3 എണ്ണം മതി. 2 ക്യാരറ്റും കൂടി ഉണ്ട്. രണ്ട് സൈഡും ചെത്തിക്കളാ. ചെത്തിത്തരാം. വെക്കുന്നേരം എടുക്കും ചേട്ടാ. അവിടെ വെച്ച് ചേർക്കണ്ട, അത് അരിയാനുള്ളതാ. ചെത്തലൊക്കെ വേറെ കണ്ടുപിടിക്കുക എത്ര എങ്ങനെയാണ്. ഞാൻ വിവീനെ രാവിലെ അരിഞ്ഞില്ല, ചെറുതായിട്ട് അരിയ. കുമ്പറടാണ്ടോ? വിവാനം ഇത് ഇഷ്ടമില്ല കേട്ടോ. കുറച്ച് വിവാനം മാറ്റി വെക്കണം. കുമ്പറ കഴിച്ചാനാ കുഴപ്പം? അവൻ കഴിക്കില്ല. അവനങ്ങനെ കുറെ സാധനങ്ങൾ കഴിക്കത്തില്ല. വിവാന്റെ സവാള അരിച്ച് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുക്കുംബറും ക്യാരറ്റും ഈസ്റ്ററിന്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈസ്റ്റർ അല്ലേ ഇന്ന്? ഈസ്റ്റർ ഈശോയുടെ ഉയർപ്പ് ദിനം ഇന്നല്ലേ? അപ്പൊ ഇന്ന് വിശേഷ ദിവസമല്ലേ? നമ്മൾ അതേപ്പോഴേ ഉച്ചഭക്ഷണം ഉണ്ടാക്കുക. സന്തോഷായിന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കുക. അവിടെ ഒരാൾ തുടങ്ങി. അതിന് ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈസ്റ്ററിന്റെ ഇടയ്ക്കുണ്ട് പരീക്ഷ കൊണ്ട് വെച്ചിരിക്കുന്നു. വിവിനായിക്ക് അത് മനുഷ്യന് സമാധാനമായിട്ടൊന്നും പറയാൻ പോലും പറ്റത്തില്ല. അവളല്ലേ ഇന്ന് വായിച്ചു പഠിക്കുന്നത് കേട്ടോ. തുടങ്ങിയില്ലേ? ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ഉള്ളൂ. നോയമ്പൊക്കെ വീട് ഇരുന്നുകൊണ്ട് കറി ഉണ്ടാക്കുമല്ലോ. പുള്ളി അത് അരി പഠിക്കട്ടല്ലേ, ആണുങ്ങൾ അടുക്കള കയറി ചരമിക്കട്ടല്ലേ. അതിനകത്തോട്ടിട്ടു. അല്ല മറ്റേ പാത്രം ഇനിയുള്ള പിള്ളേരൊക്കെ ആൺപിള്ളേരൊക്കെ ചരമിച്ച് പിടിച്ചിട്ട് രക്ഷയില്ല. പെൺപിള്ളേരൊന്നും നമ്മുടെ കാലത്തെ പോലെ കിട്ടിയില്ല. എല്ലാവരും എല്ലാം പഠിച്ചിരുന്ന അവർക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. അന്നുള്ള ആണുങ്ങളല്ലേ? എല്ലാം പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. ആണോ? ചെയ്യാനറിയോ? മച്ചിമാര് വേണം. എന്നാ മച്ചിമാര് തന്നെ പോയി ചെയ്യണം അല്ലേ? കാക്കയാ? കാക്കയിലെ പുറത്ത് നടക്കട്ടെ. പുറത്തുകൂടെ അല്ലേ കാക്ക നോക്കാൻ പോണം. കന്നാലിനെ അവിടെ ചുമ്മാ പുറത്തിറക്കി കിട്ടിയില്ലേ, കാലും കൈ ഓടാൻ വേണ്ടി. കാലും കൈ ഓടാൻ വേണ്ടിയേ കൂട്ടി തന്നെ നിന്നേ. 2-3 ദിവസമായിട്ട് കൂട്ടി തന്നെ നിൽക്കില്ലായിരുന്നു. കാലും കൈ ഓടാൻ വേണ്ടി ഇറക്കി കിട്ടിയതാ.
അങ്ങോട്ട് മാറ്റി കെട്ടി തീറ്റയുണ്ട് അവിടെ ആ നല്ല തിന്നൊക്കെ പുല്ലൊക്കെ തിന്നിട്ട് നിൽക്കുന്ന വയറ് നിറഞ്ഞ് നിൽക്കുന്ന അവൾ അയറക്കൊണ്ട് നിൽക്കുമല്ലേ. ഒന്നുമില്ല. അന്തം വിട്ടവൻ നിൽക്കും ആവശ്യം. ആ അത് അന്തം വിട്ട് തിന്നോണ്ട് അതാ കെട്ടിയേക്കുന്നിടത്തൊന്നുമില്ല. കിട്ടിയേക്കണടുത്തൊന്നും ഇല്ലെന്നേ. അങ്ങനെ നിലത്ത് കുത്തണില്ല. കാലും കൈ ഓടിക്കാൻ കിട്ടിയേക്കണല്ലേ. ആ ഇത്ര ദിവസം മുമ്പ് നിൽക്കില്ലായിരുന്നു. അതിനായിട്ട് വരയ്ക്കണം. അവൻ കാരറ്റ് അരിയുന്നു. കാരറ്റ് പോവാണോ? പോവുകയാണോ? പിന്നെ എന്നോട്ട് കടമാണ്. ഇങ്ങോട്ട് വല്ലതും എന്നെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാത്തിനാ? വല്ലതൊക്കെ അരിഞ്ഞു തരുമോ? വല്ലതൊക്കെ ചെയ്യാൻ? എല്ലാം അരിഞ്ഞൊക്കെ തരാൻ പറ്റുമോ? എന്താ ചെയ്യാൻ? വല്ല അരിയാനൊക്കെ പറ്റുമോ? ചെയ്യാൻ പറ്റാവുന്ന പോലെ ചെയ്യാം. എന്നാ തരട്ടെ. ചെയ്യാം. അരിഞ്ഞു തീർന്നുപോയി. ഞാനേ ഇതിനായിട്ടൊന്നും പഠിച്ചിട്ടില്ല ചെയ്യാൻ പറ്റും. അല്ലേ അമ്മയ്ക്ക് പറ്റുമോ? അമ്മയ്ക്ക് മേലാത്തതല്ലേ? അമ്മയ്ക്ക് മേലാത്തതല്ലേ? അത് സാരമില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനെല്ലാം ചെയ്ത് വെച്ച് ഇത് വെച്ചോ. അടുപ്പ് അടുപ്പേ കഞ്ഞി വെക്കാനാ. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഉച്ചക്ക് കഴിക്കണ്ടേ? ഉച്ചയായില്ല. ഇല്ല, ഉച്ച ആയില്ല. ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കും ഇനി വേറെ വേറെ വെക്കണ്ടല്ലോ. ഒന്ന് വെച്ചാ പോരെ? പിന്നെ ആ എല്ലാം ബുദ്ധിമുട്ടല്ലേ. അതെ, എല്ലാം ബുദ്ധിമുട്ടല്ലേ. വേറെ പണികളുണ്ടല്ലോ ഒത്തിരി. കിടക്കാൻ പോണോ? ഇരിക്കാൻ എന്നാ ഇന്ന് സ്വന്തം കേട്ടോ. കിടക്കാൻ പോണില്ല ഇപ്പം. ഇത് രണ്ടും കൂടെ ഇട്ടത് പോലെ അപ്പൊ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചേക്കാം. സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാൻ അരിഞ്ഞു വെച്ചതിന് ഇപ്പൊ വലിപ്പം കൂടുതലായിപ്പോയി. വെള്ളം പതുക്കെ തിളച്ചു. നമുക്ക് അരി ഇടാൻ. ഇത് 1 കിലോ അരിയാണേ. 1 കിലോ ബിരിയാണി അരി ഇടുക. ക്യാരറ്റും കൂടെ ആണ് ഇട്ടേക്കുവാണ്. ഇതിൻ്റെ അരിക്കൊപ്പം ക്യാരറ്റും കൂടെ കിടന്ന് വെന്തോട്ടെ. അരി ഒരു 3/4 വേവ് മതിയേ. അത് കഴിയുമ്പോൾ കോരിയെടുക്കാം. ക്യാരറ്റ് വാട്ടി ഇടുകയോ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുകയോ ഒക്കെ ചെയ്യാവേ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് സവോള ഞാൻ വഴറ്റിയെടുക്കുവാണേ. അത് ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ ഫ്രൈഡ് റൈസിനകത്ത് ഇടാനായിട്ട്. ഫ്രൈഡ് റൈസിനുള്ള അരി ഒരു പകുതി വേവായിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ഒരു 3/4 വേവ് വരെ മതി. അല്ലെങ്കിൽ നമുക്ക് കോരിയെടുക്കാവേ. നമ്മുടെ ചോറൊപ്പം പാകമായിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഊറ്റിയെടുക്കുവാണ്. ഇതൊന്ന് ഇളക്കിക്ക്. ഇത് കോരിയെടുത്തില്ലെങ്കിൽ അത് വെന്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ബീൻസും ക്യാരറ്റും നല്ല ടേസ്റ്റാ. പൈനാപ്പിൾ പൈനാപ്പിൾ പപ്പായക്ക് പറ്റത്തില്ല. സവോള വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പിട്ട് അത് തണുത്ത് മരച്ചിരിക്കുന്നതാണല്ലോ. അത് പാക്കറ്റിനകത്ത് മേടിക്കുന്നതായിരുന്നു നല്ലത്. എത്ര 50 ഗ്രാമോ 100 ഗ്രാമോ ഉള്ളത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എടുത്തന്നെ. അവർക്കറിയാം. ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് എല്ലാം തണുത്തിരിക്കുക. വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ മസാലകളൊക്കെ കൂടെ അങ്ങ് ചേർക്കുവാണ്. വല്ല ആയോന്നറിയാൻ വരുന്നതാണോ? ഉച്ചത്തേക്കുള്ളത് ആയോന്നറിയാൻ വരുന്നതാണോ? ഉച്ചത്തേക്കുള്ളതേ വായുകുളിയല്ല. ഉച്ചത്തേക്കുള്ളതേ ഉച്ചക്ക് കഴിക്കാനുള്ളതേ ആയോന്നറിയാൻ വരുന്നതാണോന്നാ ചോദിച്ചേ. അല്ല അല്ലേ? പിന്നെ ഇവിടെ കഥയൊക്കെ അടച്ചിട്ട് എന്നാ പരിപാടി നോക്കാൻ വന്നതാ. നോക്കിയതാ. അപ്പൊ ഇവിടെ ഉണ്ടോ ആൾക്കാര്? ഇവിടെ ഉണ്ടോ? അവരേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും ഉണ്ട്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. വരാൻ ആരും ഇല്ലല്ലോ. വരാനേ ആരുമില്ല. ചൂടും ഒക്കെ ഉണ്ടേ. പുറത്തേക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ചൂടാണ്. ചൂട് ഭയങ്കര. ഒരു പിള്ളേരല്ലേ?
അവനവിടെ ഇരുന്നതിൻ്റെ ഉള്ളൂ. ജോലിയുണ്ട് അവരുണ്ട്. ആ, ഈ 2 പിള്ളേരല്ലേ ഉള്ളൂ? ഈ 2 പിള്ളേരല്ലേ ഉള്ളൂ? ഞാൻ 2 പേരെ 3 വരാന്നൊക്കെ ഉണ്ട്. പിന്നെ വരില്ലേ? ഞാനാരാ? ഏ? ഞാനാരാ? നീ വീണയാണോ? അയ്യോ, ആണോന്നാണോ ചോദിക്കുന്നത്? എനിക്കറിയത്തില്ലല്ലോ. ആഹാ, അപ്പം മറന്നുപോയാ? ആഹാ, എന്നും കണ്ടപ്പോ മറന്നുപോയി. ഇല്ലാതാകുമ്പോഴേ അന്വേഷണമുള്ളൂ ആ, കേട്ടാ. ഏ? ഇല്ലാതാകുമ്പോഴേ അന്വേഷണം ഉള്ളത്. ഓ, വീട്ടിന് അമ്മയുടെ മുമ്പിൽ ഇരിക്കുമ്പോ അമ്മയ്ക്ക് അറിയത്തില്ല. എല്ലാം സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കണം, അവനവന്റെ തെറ്റ് സമ്മതിക്കണം അല്ലേ? ഇതല്ലേ ഇത് ഓർമ്മയില്ലാത്ത? ഓർമ്മയില്ലേലും അമ്മയെ സമ്മതിക്കുന്നുണ്ട്. നമ്മളാ വറുത്ത് കോരിയ നാരങ്ങ നീര് നമുക്ക് കുഴച്ചു കൊടുക്കാം. പക്ഷെ കുഴയാതിരിക്കാൻ വേണ്ടിയിട്ട്. ലെയർ ലെയർ ആക്കിടും അല്ലേ? പോയെങ്കിലോ നോക്കാം. അയ്യോ, വന്നണ്ടേ എലിക്കുട്ടി കുഞ്ഞ് വന്നണ്ടേ. അല്ല, ഞാൻ പറയട്ടെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടെന്ന്. എലിക്കുഞ്ഞ് വന്ന് നോക്കുന്നുണ്ടെന്ന് പറയുകയെ. അണ്ട് അച്ഛച്ച് പോയോ? എണ്ണ അതിനകത്ത് നെയ്യുണ്ട്. കടുവോ? ഇവിടെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. വന്നോ? വാ 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 എന്തിനാ? വാ കാണാൻ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണണ്ടേ കുഞ്ഞെ? വാ. അമ്മയായിരുന്നപ്പോൾ ഇതൊക്കെ വലിയപ്പനുണ്ടായിരുന്നപ്പോൾ എത്ര കൂട്ടം ഉണ്ടാക്കണമായിരുന്നു. ഇറച്ചി തന്നെ എത്ര ടൈപ്പ് കറി വെക്കണമായിരുന്നു അല്ലേ? കരളൊരു ഭാഗത്ത്, ചക്കും ഒക്കെ വേറൊരു ഭാഗത്ത്, ഇറച്ചി വേറൊരു ഭാഗത്ത്, പൂട്ടി വേറൊരു ഭാഗത്ത് ഒക്കെ അല്ലേ? നമ്മൾ ഒത്തിരി ഉണ്ടാക്കി മടുത്ത. അത് അരിയാവേ. ആ, വാർത്ത കേൾപ്പില്ല. അത് തവിട് കളയാത്ത അരി. ആള് കഴിച്ചാൽ മതി. തുമ്മല? ആള് കഴിച്ചാൽ മതിന്നേ. ആ, തുമ്മൽ പോകാനാ. ഏ? തുമ്മൽ പോകാനാ. എന്നാ തുമ്മൽ പോകാനാ. അതിലെന്തോ അവിടെ കെട്ടിക്കിടക്കണെല്ലാം പുറത്തോട്ട് പോകും. ആ തലയ്ക്കകത്ത്. ആ, അതെ അതെ. ഉപ്പും കൂടെ ഇടണം. റെഡിയായിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇനി കഴിക്കാൻ പോവാണ്. ഉച്ചത്തെ ഭക്ഷണം 1 മണിയായി സമയം. അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് വിശക്കുന്നുണ്ടെന്ന് നോക്കിയിരിക്കുവാണ്. എല്ലാവർക്കും വിളമ്പുവാണ്. ഞങ്ങോട്ടൊന്നും കൊണ്ടുപോയി വേറെ പാത്രം വഴി ഒന്നും വെക്കാൻ കഴിയല്ല. അവനാണത്. എനിക്ക് ശകലം മതി കേട്ടോ. കറി വിളമ്പാം. ഇനി കൊണ്ടുവരും. ഞാൻ അങ്ങ് വരാം. അങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ഓരോന്നും ചെയ്യും. എടുത്ത് വെക്കും ഓരോന്ന്. ആ സാറിന് സാർലാസൊക്കെ അങ്ങോട്ട് വിളമ്പും. അച്ചാറും വിളമ്പും. അമ്മ കൈ കഴിക്കോ? കൈ കഴിക്കോ? പപ്പടം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി എന്തെങ്കിലും കഴിക്കണ്ടേ? അതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കഴിക്കും. കൈ കഴിക്കോ? കൈ അവിടെ പോയിരുന്നോ? അവിടെ പോയിരുന്നോ? എല്ലാം വരുവാ. എല്ലാവരും വരുവാ. ഇരുന്നു എല്ലാവരും വരുവാ. ഇന്നത്തെ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഇന്നത്തെ എങ്ങനെയുണ്ട് പറയും. അങ്ങോട്ട് ഇത് പറയാ. കൊള്ളാവോ? കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞാൽ മതി. മോശമാണെങ്കിൽ മോശമാന്ന് പറഞ്ഞേരും. ആത്മാർത്ഥത ഇല്ലല്ലോ. അമ്മ നല്ലതാണോ അമ്മ? ഇത് നല്ലതല്ലേ? കുഴപ്പമൊന്നുമില്ല. അഭിമാന്റെ അഭിപ്രായം പറഞ്ഞോളാണേ. സമാധാനത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ ഭക്ഷണം കഴിക്കണം, സമാധാനത്തോടെ പഠിക്കണം എന്ന്. അതിനെന്നാ ചെയ്യേണ്ടത്? വിനായിക്കേ സമാധാനത്തോടെ ഇരിക്കണം എന്ന്, സമാധാനത്തോടെ പഠിക്കണം, സമാധാനത്തോടെ ഭക്ഷണം കഴിക്കണം എന്ന്. എന്നാ ചെയ്യണ്ടതിന്?
അതിനെല്ലാവരും സമാധാനത്തോടുകൂടി മിണ്ടാതിരുന്നോ. അത്രേ ഉള്ളു. പിന്നെ അതിനാദ്യം ആരാ മിണ്ടാതിരിക്കണ്ടേ? ജോമോള് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് ചെയ്യിക്കുകയും ചെയ്യാം. ചെയ്യിക്കും. അത് ആരെ കൊണ്ടാ? അമ്മ ബിബീനാനെ കൊണ്ടല്ലേ? അപ്പൊ നീ ചെയ്യാമെന്നാണ് അമ്മ പറഞ്ഞത്. ഞാൻ ചെയ്യാറുണ്ട്. ആകെ 2 ദിവസമായിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോ സമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കുന്നില്ല. ഹോസ്റ്റലിൽ ഒന്ന് എല്ലാ പണിയും ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഉണ്ടാക്കി തന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കിയതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിച്ച ചൂടോടെ ഇത് നല്ലല്ലേ? അതാ പറഞ്ഞത്, ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.